ഹായ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പുതിയ വീഡിയോ ആയിട്ടാണ്. പാള കൊണ്ടുള്ള പൂക്കൾ പ്രവൃത്തി പരിചയമേളയിൽ ഒരു പുതിയ ഇനമാണ് പാള കൊണ്ടുള്ള ഉപകാരപ്രദമായ വസ്തുക്കൾ, അലങ്കാര വസ്തുക്കൾ ഒക്കെ ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒരു പാള എങ്ങനെ എടുക്കണം, പാളയിൽ നിന്നും പിന്നെ ഇതിപ്പോൾ മുഴുവനായിട്ട് ഇങ്ങനെ ഉള്ള ഒരു പാളയെ നമ്മൾ എടുക്കുകയാണെങ്കിൽ നല്ല കട്ടിയായിരിക്കും. അപ്പോൾ അത് ഒരു വൃത്തി ഉണ്ടാവില്ല. അപ്പോൾ അതിന് എങ്ങനെ നമ്മളിതിൻ്റെ ഓരോ പാളികളായിട്ട് അടർത്തിയെടുക്കുക എന്നുള്ളതും ഇതിൻ്റെ എങ്ങനെയാണ് ഒരു പാളയെ നമ്മൾ ഫസ്റ്റായിട്ട് കിട്ടിയ ഉടനെ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ് ഞാൻ ഇന്ന് പറയുന്നത്. ആദ്യം നമ്മൾ പെറുക്കിയെടുക്കുന്ന പാളകൾ നന്നായിട്ട് വാഷ് ചെയ്യുന്നത്, ഞാൻ വാഷ് ചെയ്യുന്നത് ഒരു വീഡിയോ ഇതിലുണ്ട്, ഇതിൻ്റെ കൂടെ ഒന്ന് കാണാം. ഉണങ്ങിയ പാളകളെ നമ്മൾ എന്ത് ചെയ്യണം, വെയിലത്തിട്ട് ഉണക്കരുത്. ഇപ്പോൾ വെയിലില്ല എങ്കിൽ കൂടി നമ്മൾ എടുത്തു വയ്ക്കുന്ന പാളകളെ വെയിൽ കൊള്ളിക്കാതെ തണലത്തിട്ട് ഉണക്കണം. കാരണം ഡയറക്റ്റ് വെയിൽ കൊള്ളുമ്പോഴത്തേക്ക് ആ പാള ചുരുണ്ട് വൃത്തിയില്ലാതാവും. പിന്നെ നനവോടുകൂടി നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൽ പെട്ടെന്ന് പൂപ്പലും ഫംഗസൊക്കെ വരും. അപ്പം അതും ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ അത്യാവശ്യം ഡ്രൈ ആയിട്ടുള്ളതാണ് നമ്മൾ ഉപയോഗിക്കുക. ആ ഡ്രൈ ആയതിന് ഓവർ ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ നമുക്ക് നനച്ച് കഴിഞ്ഞാൽ ഒന്നൊന്ന് സോഫ്റ്റ് ആവും. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ഉപയോഗിക്കാൻ എളുപ്പമായിരിക്കും. ഇപ്പം ഞാൻ ഒരു ഫ്ലവർ എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതാണ്. എനിക്ക് കിട്ടിയ ഈ പാള എന്ന് പറഞ്ഞാൽ ഓവർ ഉണങ്ങിയതല്ല. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് വേറെ കയ്യിലില്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഞാൻ ഇതുകൊണ്ട് തന്നെ കാണിക്കുകയാണ്. ഇത് നന്നായിട്ട് തണലത്തിട്ട് ഉണങ്ങിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരിതിൽ കിട്ടും. പിന്നെ ഇതിൻ്റെ മുകളിലുള്ള ഈ ഒരു കോട്ടിങ് ഉണ്ടാവും. ഇത് നാച്ചുറലി ഇതിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് വരുന്നൊരു കോട്ടിംഗ് ആണ്. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ആ കോട്ടിങ് എളുപ്പത്തിൽ നമുക്ക് കിട്ടും. ഇത് നമ്മൾ ഈ കോട്ടിങ് ഫസ്റ്റ് എന്ത് ചെയ്യുക, ഇങ്ങനെ പെട്ടെന്ന് തന്നെ കിട്ടും. ചിലപ്പോൾ ഇത് മൊത്തത്തിൽ ഇങ്ങനെ അടർന്ന് വരും, അതിന് വലിയ ബുദ്ധിമുട്ടില്ല. ഈ കോട്ടിങ് ഒഴിവാക്കിയതിന് ശേഷമാണ് നമ്മൾ പാളികളായിട്ട് എടുക്കേണ്ടത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും, നല്ല ഈസി ആയിട്ട് ഈ മുകളിലെ കോട്ടിങ് നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. ഇത് ഫ്ലവർ ഉണ്ടാക്കുമ്പോൾ നമുക്കിത് ആവശ്യമില്ല. ഇപ്പോൾ ബാഗോ അങ്ങനെയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അത് കുഴപ്പമില്ല. നമ്മൾ പിന്നെ അവിടെ തന്നെ നാച്ചുറലി ഒരു പ്രൊട്ടക്ഷനാണത്. ഫ്ലവറിനൊരു ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് കളറൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഇതില്ലെങ്കിൽ ഇത് ഉണങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വേറൊരു ഇതായിട്ട് നിൽക്കുമല്ലോ. അപ്പോൾ ഇതങ്ങ് ഒഴിവാക്കിയാൽ നല്ല നീറ്റായിട്ട് വരും. പാളയുടെ രണ്ട് സൈഡിലേക്ക് കുറച്ചൊരു കനംകുറവുണ്ടാവും. ആ ഭാഗത്തിന് ഞാൻ മാറ്റുകയാണ്. നമുക്കത് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉപയോഗിക്കാം. ഇപ്പം നല്ല അത്യാവശ്യം പാളികളുള്ള കനം കൂടിയ ഭാഗത്തിനാണ് ഞാനിപ്പോൾ ഇതിന് കട്ട് ചെയ്തെടുക്കുന്നത്. അതിന് ഞാൻ എങ്ങനെയാണ് നമ്മൾ പാളികളാക്കി എടുക്കുന്നതെന്ന് കാണിക്കാം. ഈ പാളയുടെ ഈ ഭാഗത്തുനിന്ന് ഞാൻ ഈ കത്തി വെച്ചിട്ട് ചെറുതായിട്ട് എന്ത് ചെയ്യുക, ഇവിടെ ഇളക്കി കൊടുക്കുകയാണ്. ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കിയിട്ട് കുറച്ച് ക്ഷമയോട് കൂടിയിട്ട് ചെയ്താൽ മാത്രമേ നല്ല നീറ്റായിട്ട് ഇങ്ങോട്ട് എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. പെട്ടെന്ന് വലിച്ചു പറിച്ചു കഴിഞ്ഞാൽ ഇത് കീറി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഒരു വീതിയുള്ള പാളയിൽ നിന്ന് ഒരു 2-3 പാളികൾ എന്തായാലും നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഈ എടുക്കുന്ന പാളികളെ വെച്ചിട്ടാണ് ഫ്ലവറിൻ്റെ പെറ്റൽസ് ഉണ്ടാക്കുക. പിന്നെ ഈ അടിഭാഗത്തിന് നമുക്ക് ലീഫായിട്ടൊക്കെ ഉപയോഗിക്കാം. എനിക്കിപ്പോൾ അത്യാവശ്യം നല്ല നീളത്തിലുള്ളൊരു ഇത് കിട്ടിയിട്ടുണ്ട്. ഇതിൽ നിന്ന് എനിക്ക് ഫ്ലവറിന് പാകമായ പെറ്റൽസ് കട്ട് ചെയ്തിട്ട് എനിക്ക് നല്ലൊരു ഫ്ലവർ 1-2 ഫ്ലവർ ഇതിൽ നിന്ന് കിട്ടും. അങ്ങനെ നമുക്ക് അടുത്ത ലെയർ നമുക്ക് ഇവിടെ തന്നെ എടുക്കാം. അതുപോലെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഫ്ലവറും ആ ഫ്ലവർ എങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ളതേ കാണിക്കുള്ളൂ. അടുത്തൊരു വീഡിയോയിൽ
പാള കൊണ്ടുള്ള മറ്റു ഉപകാരപ്രദമായ വസ്തുക്കൾ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമ്മുടെ ഐഡിയ ആണ് കേട്ടോ. നമുക്ക് എന്തെല്ലാം ഒരു പാള കിട്ടിക്കഴിഞ്ഞാൽ എന്തെല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ ഐഡിയക്ക് അനുസരിച്ച് നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടൊക്കെ എന്തെങ്കിലും തനത് നമ്മളേതായ ഐഡിയകൾ ഉണ്ടാക്കിയെടുക്കുക. ഇതിൻ്റെ ലെയറാണ് കേട്ടോ. അത് കുറച്ച് ഹാർഡാണ്, എന്നാലും ഇതിന് കിട്ടുന്ന ഈ ഒരു ഷേപ്പിൽ ഇത് കീറിക്കഴിഞ്ഞാൽ അതിന് കിട്ടുന്ന എങ്ങനെയാണോ ആ മോഡൽ ഒരു പെറ്റിലാക്കുക. അതൊക്കെ നമ്മുടെ ഐഡിയ ആണ് കേട്ടോ. അപ്പോൾ കീറിയല്ലോ എന്ന് പറഞ്ഞിട്ട് കളയാൻ നിൽക്കരുത്. ഇപ്പം എങ്ങനെയാണോ ആ ഒരു ഇപ്പോൾ അവിടെയൊക്കെ നൂല് പോലെ ഉണ്ട്, അപ്പോൾ ആ ഷേപ്പിലുള്ളൊരു ഫ്ലവർ അങ്ങ് ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ പാളയിൽ നിന്ന് വലിച്ചെടുത്ത ഒരു 3 പാളികളൊക്കെ ആയിട്ട് എനിക്ക് വലിച്ച് എടുക്കാൻ കിട്ടിയിട്ടുണ്ട്. ഞാൻ കുറച്ചധികം തന്നെ ഞാൻ ഒരു വർക്കിലാണ്, ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ബൊക്കെ ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അത് ചെയ്യുകയാണ് ഞാനപ്പോൾ അതിലേക്കുള്ള ഫ്ലവേഴ്സാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഫ്ലവർ പിന്നെ നമുക്ക് പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ടും ക്രാഫ്റ്റ് ചെയ്യുന്നവർ ചെയ്യുന്ന നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെറ്റൽസ് കട്ട് ചെയ്യുക. അപ്പോൾ ഞാനിത് ഇതേപോലത്തെ ഒരു നീളമുള്ള എടുത്തിട്ടുണ്ട്. ഇതിന് മാക്സിമം കിട്ടുന്ന അത്ര നമുക്ക് എന്ത് ചെയ്യാം, പെറ്റൽസിന് വേണ്ട ഷേപ്പിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിലാണേലും ഒരു പെറ്റലിന് ആവശ്യമായ രീതിയിൽ എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഇത് കട്ട് ചെയ്തെടുക്കുക. അപ്പം എനിക്ക് ഇതിൽ അത്യാവശ്യം 5 കിട്ടിയിട്ടുണ്ട്. വേണമെങ്കിൽ 6 7 ഒക്കെ ആയിട്ട് നമുക്ക് ആ പറ്റുന്ന പോലത്തെ ഒക്കെ ഒരു ഫ്ലവർ എന്ത് ചെയ്യുക. എനിക്കിതിലൊന്നും വേസ്റ്റ് ചെയ്യാനില്ല. ഞാൻ എല്ലാം എടുത്തിട്ട് ഇതിൽ കിട്ടുന്ന വീതിക്കും നീളത്തിനും ഒക്കെ അനുസരിച്ചുള്ള ഫ്ലവർ ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാനിതൊക്കെ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ഒരു ഫ്ലവർ ചെയ്യുന്നത് കാണിക്കാം. കമ്പി എടുത്തിട്ടുണ്ട്. ഈ കമ്പിയുടെ സെൻറ്ററിൽ കൊടുക്കാനായിട്ട് പാളിയിൽ നിന്ന് നമ്മൾ മുകളിലുള്ള ഒരു പാളി ഒഴിവാക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ മുകളിലുള്ള പാളി ഒഴിവാക്കുന്ന ഒരു കാരണം കൊണ്ടുണ്ട്. നമ്മളിങ്ങനെ പീസ് ആക്കിയിട്ട് ഇത് പിന്നെ മുകൾ ഭാഗം കീറിയെടുക്കുമ്പോൾ ഈ മുകളിൽ ഇതുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അവിടെ വെച്ചിട്ട് ഇത് കട്ടായിട്ട് നമുക്ക് വലിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ നമ്മൾ ഈ കമ്പിയുടെ സെൻറ്ററിൽ ആ ഒഴിവാക്കിയ പീസിനെ എന്ത് ചെയ്യുക, ചുരുട്ടിയിട്ട് സെൻറ്ററിൽ കൊടുക്കുക. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടം കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ ഈ കമ്പി കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് കവർ ചെയ്ത് സെൻറ്ററിൽ റൗണ്ടായിട്ടോ എങ്ങനെ വേണേലും നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിനെ ചുറ്റിയിട്ട് നല്ല പാള ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചൊരു ഉറപ്പുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇത് കെട്ടാനായിട്ട് അത്യാവശ്യം നല്ല കട്ടിയുള്ള ഇതേപോലത്തെ ഈ ടൈപ്പ് നമ്മൾ ബുക്ക് ബൈൻഡിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ഈ നൂല് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നൈസായിട്ട് നൂലാണെങ്കിൽ നമ്മൾ വലിക്കുമ്പോൾ അത് പൊട്ടിപ്പോവും. അപ്പം ഇതൊരുപാട് നാൾ നമ്മൾ വാർണിഷൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് നാൾ നിൽക്കുന്ന ഒരു ഫ്ലവറും കൂടാണ്. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മളിതിനെ നന്നായിട്ട് ടൈറ്റാക്കിയിട്ട് കെട്ടുക. അപ്പോൾ നൂല് ഉപയോഗിച്ചിട്ട് കെട്ടുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി ഞാൻ പെറ്റൽസ് കട്ട് ചെയ്തിട്ടില്ല, അത് ഞാനിവിടെ സെറ്റ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. ഇനി ഈ പെറ്റൽസ് എനിക്ക് ആവശ്യത്തിനുള്ളൊരു ഷേപ്പിന് ഞാനത് കട്ട് ചെയ്തെടുക്കുകയാണ്. പെറ്റൽസിൻ്റെ ഷേപ്പൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു മോഡലിലാണ് കട്ട് ചെയ്തത്. ഇത് പേപ്പർ ഫ്ലവറിൽ നമ്മൾ പേപ്പറിലൊക്കെ ചെയ്യുന്ന പെറ്റൽസ് തന്നെ, പാളയാണെന്നുള്ളതേ ഉള്ളൂ വ്യത്യാസം. പാളയാകുമ്പോൾ കുറച്ചുകൂടെ തിക്നെസ് ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, നൂലൊക്കെ മാറ്റി ഉപയോഗിക്കുക. പിന്നെ ഇതിൽ നമുക്ക് സ്പ്രേ പെയിൻറ്റ് യൂസ് ചെയ്യാം. എന്നിട്ട് പിന്നെ ഒറിജിനൽ നാച്ചുറൽ കളറായിട്ട് നിർത്താം, അല്ലെങ്കിൽ നമ്മൾ കളറ് ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇതിൽ കളറ് ഉപയോഗിക്കുന്നുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഫ്ലവർ ആക്കിയതിന് ശേഷമാണ് ഞാൻ പെയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പെറ്റൽസ് റെഡി ആയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം, ഓരോന്നായിട്ടും നന്നായിട്ട് മുറുക്കി കെട്ടണം. ഓരോന്നും കെട്ടുകേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ.
അത്യാവശ്യം ഉണങ്ങിയ പാളയാണ് നല്ലത് കേട്ടോ. പച്ചപ്പാളയേക്കാളും ഉണങ്ങിക്കഴിഞ്ഞാൽ അത് നല്ല നമുക്ക് എടുക്കാനും കട്ട് ചെയ്യാനും ഒക്കെ സുഖമാണ് കേട്ടോ അത്. പാളയിൽ നമ്മളിപ്പം പിന്നെ ഉപകാരപ്രദമായ വസ്തുക്കൾ ഒരുപാട് നമുക്ക് ചിന്തിച്ചാൽ കിട്ടും. കുറേ എണ്ണത്തിലൊക്കെ നമുക്ക് മിഷൻ ഒക്കെ ഉപയോഗിക്കേണ്ടതുണ്ട്. അല്ലാതെ തന്നെ നമുക്ക് കൈകൊണ്ട് ചെയ്യാൻ പറ്റിയതൊക്കെ ആലോചിച്ചിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്താൽ മതി. എനിക്ക് സമയം ഉണ്ടെങ്കിൽ മാത്രമേ ഞാനത് ചെയ്യുള്ളൂ. ഇനിയിപ്പം ഒന്നാമത് മേള അടുത്ത് വരികയാണ്, നമ്മൾ തിരക്കുകളിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ എന്താണ് നമുക്ക് സമയം കിട്ടില്ല. അപ്പോൾ പാള എടുക്കുന്നത് എങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സൊക്കെ മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മളേതായ ഐഡിയയ്ക്ക് അങ്ങ് ചെയ്താൽ മതി. പിന്നെ ഉപകാരപ്രദമായ വസ്തുക്കൾ വീട്ടിലുപയോഗിക്കുന്ന പാത്രങ്ങൾ പോലെയൊക്കെയുള്ള കൊട്ടകൾ അങ്ങനെയൊക്കെ വേണം ഉണ്ടാക്കുമ്പം നമുക്കിത് പൊളിക്കാനൊന്നുമില്ല. അത്യാവശ്യം നനച്ച് ഒന്നൊന്ന് അതിനെ സോഫ്റ്റൻ ചെയ്തിട്ട് നമ്മുടെ ഷേപ്പിലേക്ക് അത് ചെയ്തെടുത്താൽ മാത്രം മതി. ഞാൻ ഇതിൻ്റെ കൂടെ ഞാൻ ചെയ്തൊരു ബാഗുണ്ട്, അതുകൂടെ കാണിച്ചു തരാം. കെട്ടി വെച്ചതിലെ സെൻറ്ററിലേക്ക് ഓരോ പെറ്റൽസ് വീതം, ഇപ്പോൾ വീതി കുറഞ്ഞതൊക്കെ ആദ്യമായിട്ട് എടുത്ത് വെച്ച് അങ്ങനെ എന്ത് ചെയ്യാം, ഇതിനെ ഫുള്ളായിട്ട് നിന്ന് ഫ്ലവറിൻ്റെ ഷേപ്പിലേക്ക് മാറ്റുക. അപ്പോൾ ഞാൻ ഇതിന് ഫുൾ പെറ്റൽസ് തന്നെ വെച്ചിട്ട് ഇതിന് ഗ്രീൻ ടാപ്പ് ഉപയോഗിച്ചിട്ട് ചുറ്റാണ്. ഇത് ഞാനിപ്പോൾ ഒരു ബൊക്കയ്ക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ 2-3 ഫ്ലവർ അതിൻ്റെ കൂടെ തന്നെ ചെയ്ത് വെച്ചത് ഇവിടെ ഉണ്ട്. ഈ സാധനങ്ങൾ ഞാൻ ഇനിയും ഫ്ലവർ ആക്കാനുള്ളതാണ്. അപ്പോൾ ലാസ്റ്റ് ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു തരാം. വീഡിയോ ഞാൻ ഫുള്ളായിട്ട് എടുക്കുന്നില്ല, പിന്നെ സമയക്കുറവ് മൂലം. ഇത്രയും ഫ്ലവറൊക്കെ ഞാൻ ഇതാണ് ഉണ്ടാക്കിയത്. നമുക്ക് നമ്മുടെ ഷേപ്പിന്, നമ്മുടെ ഇഷ്ടമുള്ള ഷേപ്പിനനുസരിച്ച് കുറേ ലീഫുകൾ ഇതവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇനി എന്ത് ചെയ്യാനുള്ളതാണ്, എനിക്ക് ഇതിലേക്ക് സെറ്റാക്കാനുള്ളതാണ്. ഒരുപാട് ലീഫുകളുണ്ട്, ഇതൊന്നും കമ്പി ഇട്ടിട്ടില്ല. ഇതൊക്കെ കമ്പി വെച്ചിട്ട് ഇതേപോലെ കെട്ടിയെടുക്കും. എന്നിട്ട് അതിന് ശേഷമാണ് കളർ ചെയ്യുക. ഇതൊക്കെ നമ്മൾ കളർ ചെയ്യും. നാച്ചുറൽ കളർ ചിലത് മാത്രം അങ്ങനെ തന്നെ നിലനിർത്തും. ഒക്കെ ആയതുകൊണ്ട് തന്നെ കുറച്ചധികം വേണമല്ലോ ഫ്ലവേഴ്സ്. എല്ലാം നല്ല കമ്പിയിൽ തന്നെയാണ് കെട്ടിയിരിക്കുന്നത്. ലീഫ് സെപ്പറേറ്റ് ആയിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ഓരോ പൂക്കളും കളറുകൾ കൊടുക്കുകയാണ്. റെഡ് കളറും ഗ്രീൻ കളറും ഗോൾഡൻ ഒക്കെ ആയിട്ട് വ്യത്യസ്ത കളറുകളാണ് ഞാൻ ലാസ്റ്റ് സെറ്റ് ചെയ്യുന്നത് കാണിക്കാം. അപ്പോൾ പൂക്കൾ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പാള മുറിച്ചെടുത്തിട്ട് അതിൽ സ്പ്രേ പെയിൻ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഗോൾഡൻ കളർ തന്നെ ഉപയോഗിച്ചിട്ടാണ് ഞാനിതിൻ്റെ ബാക്കും ഫ്രണ്ടിലൊക്കെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് നാച്ചുറൽ എഫക്റ്റ് തന്നെയാണ്. ലാസ്റ്റ് ആയി കഴിഞ്ഞപ്പം പെയിൻറ്റ് അടിച്ചൊരിത് തോന്നിയില്ല, പക്ഷേ ഫുള്ളായിട്ട് ഞാൻ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാനുള്ള വലിയൊരു ടാസ്ക്കാണ്. ഞാൻ ജസ്റ്റ് ഒരുപാട് നല്ല വെറൈറ്റികളൊക്കെ ആക്കി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരുപാട് ഫ്ലവേഴ്സ് ഇതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് ഞാൻ ലാസ്റ്റ് വ്യൂ കാണും. അപ്പോൾ പിന്നെ ഇത് സെറ്റ് ചെയ്ത് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഞാനതിന് ടൈമില്ല, അതുകൊണ്ട് ലാസ്റ്റ് വ്യൂ ഞങ്ങൾക്ക് കാണിച്ചു തരാം. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ. അപ്പോൾ എനിക്ക് 5 ബൊക്കെയായിരുന്നു ചെയ്യേണ്ടിരുന്നത്. അത് ഞാൻ കുറഞ്ഞ സമയത്തിനുള്ളിലായിരുന്നു. അത് എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഒരുപാട് ഫ്ലവേഴ്സൊക്കെ ചെയ്ത് നല്ല രീതിക്ക് തന്നെ അറേഞ്ച് ചെയ്തു, സെറ്റാക്കി. സ്കൂളിലെ ഫംഗ്ഷന് ഞാനത് കൊണ്ടുപോവുകയും ചെയ്തു. നല്ല റിവ്യൂ ആയിരുന്നു കേട്ടോ എനിക്ക് കിട്ടിയിരുന്നത്. ഇത് പിന്നെ എല്ലാവരുടെയും സ്കൂളിലെ ഓൾ ടീം എന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്ത് നന്നായിട്ട് അവരെന്നെ എൻകറേജ് ചെയ്യുന്ന രീതിയിലുള്ള നല്ല സംസാരങ്ങൾ എനിക്ക് കിട്ടി. അത് തന്നെയാണല്ലോ നമുക്ക് വേണ്ടതും. നമ്മളൊരു വർക്ക് ചെയ്തിട്ട് അതിന് നല്ലൊരു മറ്റുള്ളവർ നന്നായിട്ട് പറയുമ്പോഴാണല്ലോ നമുക്ക് സന്തോഷം. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക.